ഒരു പെൺകുട്ടി തേക്കാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പൊ ഒരു റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാര് ഇപ്പൊ ഒരുപാട് ബ്രേക്കപ്പ് ആയി പോകാറുണ്ട്. അപ്പൊ ആ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഡൈവോഴ്സ് ഇല്ലാതിരിക്കാനായിട്ട് എന്താണ് പെൺകുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ആവശ്യം എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പെൺകുട്ടി തേക്കാതിരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക? ഐ മീൻ ബ്രേക്കപ്പ് ആവാതിരിക്കാൻ, ഡൈവോഴ്സ് ആവാതിരിക്കാൻ വേണ്ടി എന്താണ് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റുക? ആവേണ്ടത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആളെ കൂടുതൽ പ്രൊട്ടക്ഷൻ ചെയ്യാം, ആൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക, ആളെ ആഗ്രഹങ്ങൾ എന്താണ് അത് സാധിച്ചു കൊടുക്കുക. പിന്നെ എന്ന് പറയുന്നത് വലുതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കണം. പിന്നെ അവരെ ഇമോഷൻസ് മനസ്സിലാക്കണം. മെയിനായിട്ട് വരുന്നത് ഈ പീരീഡ്സ് സമയത്ത് നമ്മൾ കെയറിങ് ചെയ്യണം. ഏറ്റവും കൂടുതൽ ആ ഒരു സമയമാണ് വേണ്ടത്. എത്രയും കഷ്ടപ്പെട്ട് നമ്മൾ അമ്മമാരൊക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്യണം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നമ്മളതൊന്നും കാണാറില്ല. കൂടുതലും പെൺകുട്ടികൾക്ക് വേണ്ടിയത് കെയറിങ് ആണ്, കെയറിങ്ങും സപ്പോർട്ടിങ് ആണ്, കൂടെ നിൽക്കാന്നുള്ളതാണ്. ഒരു പെൺകുട്ടി തേക്കാതിരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക? ഒരുപാട് ബ്രേക്കപ്സും ഒരുപാട് ഡൈവോഴ്സ് കേസുകളൊക്കെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് വരുന്നുണ്ടല്ലോ. അപ്പോ ഇതിങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് എന്താണ് ഒരു ആണുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സജഷൻ? ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാനായിട്ട് കുറച്ചുകൂടെ അറ്റൻറ്റീവ് ആവും. എനിക്ക് തോന്നുന്നു പല ആൾക്കാരും നമ്മള് ഗേൾസിന് പലപ്പോഴും കുറേയൊക്കെ ഇമോഷണൽ നീഡ്സ് ഗേൾസിന്റെ അൺമെറ്റായി പോകുന്നുണ്ട്. അതാണെന്നാണ് അത് കുറെ ആൾക്കാർ ദേ നോട്ട് വെരി അറ്റൻറ്റീവ്. അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഗേളിന്റെ നീഡ്സ് മനസ്സിലാക്കുക. ഐ ഗസ് ഗേളല്ല ആരുടെയാണ് ഇത് കാര്യം മനസ്സിലാക്കി പെരുമാറി കഴിഞ്ഞാൽ എന്തായാലും ബ്രേക്കപ്സ് ഒന്നും ഉണ്ടാവില്ല. ഇമോഷൻസിന് വാല്യൂ കൊടുക്കുക. താങ്ക് യു. ഒരു പെൺകുട്ടി തേക്കാതിരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക ഒരു ബോയ്സിന്? അത് റിലേഷൻഷിപ്പിൽ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. നിങ്ങളെ എങ്ങനെ നമ്മൾ ഒരാളായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ വേറെ ആളായിട്ട് സൈഡിൽ വേറെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ചിലപ്പോൾ അറിയുണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണ ചീറ്റിംഗ് അല്ലേ? ലോയലായിട്ട് നിൽക്കാന്നുള്ളതാണ്. അതെ, ലോയലായിട്ട് നിൽക്കുക. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം വരുന്നില്ലല്ലോ. അത് അങ്ങനെ ലോയലായിട്ട് നിന്നാലും തേച്ചിട്ട് പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടല്ലോ. അത് ഡിപ്പെൻസ്, അത് ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. അറിയില്ല. കെയർ വേണം, സപ്പോർട്ട് വേണം. അതൊക്കെ മെയിൻ ആണല്ലോ. എല്ലാതും വേണം. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. രണ്ടുപേരും ഒരേ വേവ് ലെങ്ത് നിന്നാലേ ഏത് റിലേഷൻഷിപ്പും മുന്നോട്ട് പോകുള്ളൂ. ഒരാൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് ഒരാൾ നല്ലപോലെ കെയർ ചെയ്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മള് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് പേര് ബ്രേക്കപ്പ് ആവുന്നുണ്ട്, ഡൈവോഴ്സ് ആവുന്നുണ്ട്. അതിനുള്ള റീസൺസ് എന്തായിരിക്കും? ഇതേപോലെ ലോയാലിറ്റി പോയതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാഞ്ഞിട്ടാവും ചിലപ്പോൾ മേ ബി ചില ബന്ധങ്ങളും പോണത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ അവരുടേതായ ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. ഒരു പെൺകുട്ടി തേക്കാതിരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക? ഒരു പെൺകുട്ടി തേക്കാതിരിക്കാൻ ഐ മീൻ ബ്രേക്കപ്പ് ആക്കി പോവാണ്ടിരിക്കാനായിട്ട് ഒരു ബോയ്ക്ക് എന്താണ് ചെയ്ത് നിൽക്കാൻ പറ്റുക ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി? ട്രസ്റ്റ് ചെയ്യുക, പരസ്പരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുക. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് ബ്രേക്കപ്സും ഒരുപാട് ഡൈവോഴ്സും വരുന്നുണ്ട്. അപ്പൊ സിനിമ ഇൻഡസ്ട്രി ആയാലും നമ്മുടെ സാധാരണ ഇൻഡസ്ട്രി ഉള്ള സ്ഥലത്തായാലും ഡൈവോഴ്സെല്ലാം ഉണ്ട്. അപ്പൊ അതൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് എന്താണ് ഒരു രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുക? പരസ്പരം ഫ്രീഡം കൊടുക്കുക. അത് ഒരാൾ കൊടുക്കേണ്ട സംഭവമല്ല. എന്നാൽ പോലും നമ്മുടെ വാല്യൂസും അവരുടെ വാല്യൂസിനും ഒരേപോലെ നമ്മൾ ഒരു ബഹുമാനം കൊടുക്കുക. റെസ്പെക്ട് ഈച്ച് അതർ ആൻഡ് ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് മെയിൻ റിലേഷൻഷിപ്സിന്റെ പോളിസി. അതാരും പാലിക്കുന്നില്ലാത്തതാണ് മെയിൻ. പിന്നെ പരസ്പരം കെട്ടിയിടുന്നൊരു റിലേഷൻഷിപ്പാണ് ഒരു ദാമ്പത്യം എന്ന് പറയാതിരിക്കുക. അവരവർക്ക് ഇപ്പോൾ ഇൻഡിവിജ്വൽ ആണെങ്കിലും സിംഗിൾ ആണെങ്കിലും മാരീഡ് ആണെങ്കിലും അവരുടെ ലൈഫിലൊരു ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ അവർക്കൊരു സ്പേസ് കൊടുത്താൽ തന്നെ മാക്സിമം പ്രശ്നങ്ങൾ തീരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു പെൺകുട്ടി തേക്കാതിരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക? അതായത് ഒരു പെൺകുട്ടി ഇപ്പൊ റിലേഷൻഷിപ്പിലായിട്ട് അത് പിരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ആ പെൺകുട്ടിക്ക് എങ്ങനെ നിന്നാലാണ് ആ പെൺകുട്ടി പോവാതിരിക്കുക? അത് കൊച്ചിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. നല്ല പെൺപിള്ളേരാണെങ്കിൽ നിക്കുവല്ല, അവളെങ്ങനെയാണോ അതനുസരിച്ചിരിക്കും. എന്റെ ഒരു അഭിപ്രായത്തില് എന്റെ അടുത്ത് ഇങ്ങനെ നിന്നാലാണ് ഞാൻ നല്ല രീതിയിൽ നിൽക്കുള്ളൂ എന്നുള്ള സംഭവം തന്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ്? എന്റെ അഭിപ്രായത്തില്
രണ്ടുപേരുടെയും ഇത് നോക്കണം, അഭിപ്രായം നോക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. പിന്നെന്താ അഭിപ്രായങ്ങൾ അഭിപ്രായം രണ്ടുപേർക്കും റെസ്പെക്ട് കൊടുക്കണം ഈക്വലായിട്ട്. റെസ്പെക്ട്, ചീത്ത ഒന്നും പറയാൻ പാടില്ല. ആവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയണം, ഒരാൾക്ക് മാത്രമല്ല രണ്ടുപേർക്കും. റെസ്പെക്ട് കൊടുക്കുക പരസ്പരം, മെയിൻ ആയിട്ട് വേണം. മെയിനായിട്ട് സ്നേഹം വേണം. സ്നേഹം വേണം, അതൊക്കെ തന്നെ. ഇപ്പൊ ഒരു പെൺകുട്ടി തേക്കാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? അതായത് ഒരു റിലേഷൻഷിപ്പ് നിർത്തി പോവാതിരിക്കാനായിട്ട് എന്താണ് ഒരു ബോയ് ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും ഒരു ഉടക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യണം, വെച്ചുകൊണ്ടിരിക്കരുത്. രണ്ടാളും മ്യൂച്വലി ഇതാക്കിയിട്ട് അത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം, സംസാരിച്ച് തീർക്കണം. അത് വേണം, കമ്മ്യൂണിക്കേഷൻ വേണം. പിന്നെ എന്താണ് ഒരു ബന്ധം വേർപെട്ട് പോവാതിരിക്കാനായിട്ട് വേറെ എന്താണ്? ഇത് സ്നേഹിക്കണം, അങ്ങാടും ഇങ്ങാടും. അയാൾക്ക് മനസ്സിലാവണം നമ്മൾ അയാളെ സ്നേഹിക്കാനുണ്ടെന്ന്. തിരിച്ചു ലോയൽ ആവണം. ലോയൽ ആവണം. ഇപ്പോഴത്തെ കാലത്ത് ഇല്ലാത്ത സംഭവമാണല്ലോ അത്. അത് വേണം, അതാവണം. മസ്റ്റായിട്ടും വേണം. വേണം വേണം. ഒരു പെൺകുട്ടി തേക്കാതിരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക? അതാ പെൺകുട്ടിനെ വിചാരിക്കണ്ട. അല്ല, പൊതുവേ ഇപ്പൊ ഒരുപാട് ബ്രേക്കപ്പും ഡൈവോഴ്സുകളൊക്കെ ഉണ്ടാവാറുണ്ടോ? അപ്പൊ ഒരു പെണ്ണിട്ടേച്ച് പോവാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക. ഒരു താളെ തന്നെ കുറ്റം കണ്ടുപിടിക്കാതെ പരസ്പരം രണ്ടുപേരുടെയും കുറ്റമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു ഇതിൽ പോവുകയാണെങ്കിൽ വലിയ ബ്രേക്കപ്പും തേപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നു, എന്ത് കാര്യമുണ്ടെന്ന് തുറന്നു പറയാം ഒരാളോട്. അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും വേറൊരാൾ പറഞ്ഞറിയണൊക്കെ നല്ലതാണ്, നമ്മൾ തന്നെ പറഞ്ഞ ആ വ്യക്തി അറിയണത്. എന്ത് കാര്യമുണ്ടെന്ന് തുറന്നു പറയാം, ഓപ്പണായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് കാര്യം. ഇവിടെയോ? എനിക്കറിയുന്നില്ല. എന്നാലും ഒരു നോളജ് വെച്ചിട്ട് ഒരു ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, സ്വന്തം എക്സ്പീരിയൻസ് വേണ്ട, കൂട്ടുകാരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാം ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, മനസ്സിലാക്കാം. പെൺകുട്ടികൾ തേക്കാതിരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക ഒരു ബോയ്ക്ക്? അതായത് ഇപ്പോൾ ഒരുപാട് ബ്രേക്കപ്സ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ഡൈവോഴ്സുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി ഒരു ആണിനെ ടച്ച് പോകാതിരിക്കാൻ എന്താണ് ആ ബോയ്ക്ക് ചെയ്യാൻ പറ്റുക? അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളായിരിക്കും. അപ്പൊ അതൊക്കെ ഓരോരുത്തർ. എങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഒരു ആണ് ജീവിക്കേണ്ടത്? പെൺകുട്ടിയുടെ അടുത്തൊരാണ് ജീവിക്കേണ്ടത്. എങ്ങനെ ചോദിച്ചാൽ എങ്ങനെ നിൽക്കണം? എങ്ങനെ നിന്നാലാണ് പിരിഞ്ഞു പോവാതിരിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവാ? ലോയലായിട്ട് നിൽക്കുക, എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് അങ്ങോട്ടും പറയാൻ പറ്റണം, സംസാരിക്കുക, ഐഡിയ ചെയ്യേണ്ട ആവശ്യം വരരുത്, എന്തും പേടിയില്ലാതെ പറയാൻ പറ്റണം. അതാണ് മെയിൻലി വേണ്ടത്, മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഒരു കാര്യം പറയുന്നത് അതേ രീതിയിൽ മനസ്സിലാക്കണം, നുണ പറയാതിരിക്കുക. പറയുന്ന കാര്യം അപ്പുറത്താക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പോയി അങ്ങനെ. ഇപ്പൊ ഒരു പെൺകുട്ടി തേക്കാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? അതായത് ഇപ്പൊ ഒരു പെൺകുട്ടി റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ ആ ഒരു ബന്ധം വിട്ടു പോകാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക ഒരു ബോയിനെ സംബന്ധിച്ച്? എങ്ങനെ നിന്നാലാണ് നിങ്ങൾ ഇട്ടിട്ട് പോവാതിരിക്കുക? നമ്മുടെ കൂടുതലും പൈസനേക്കാളും കൂടുതൽ അവരോട് എങ്ങനെ പെരുമാറുന്നുള്ള രീതിയായിരിക്കും നോക്കുന്നത്. ചീത്ത പറയാൻ പാടില്ല. അതെ, അവരെങ്ങനെ നോക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് മെയിൻ ഇമ്പോർട്ടന്റ്. ഒരു പെൺകുട്ടി അവരെ വിട്ടിട്ട് പോവോ ഇല്ലയോ എന്നുള്ളത്, പൈസക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പെൺകുട്ടികൾ ഒരാളെ തേക്കാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക ആ ഒരു വ്യക്തിക്ക്? അതായത് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് നിർത്തി പോവാതിരിക്കാനായിട്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മുടെ ഭാഗത്തുനിന്ന് മാക്സിമം തെറ്റ് വരാണ്ട് നോക്കണം. പിന്നെ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ വേറൊരു ഇതുണ്ടാകില്ല. നന്നായിട്ട് മനസ്സിലാക്കി പോയാൽ മതി ആ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കാനായിട്ട്. ഇവിടെയോ? ഒരു റിലേഷനിൽ എഫേർട്ടാണല്ലോ വേണ്ടത്. എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ റിലേഷൻ മര്യാദ നല്ല രീതിയിലും സെയിം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ റിലേഷൻ നല്ല രീതിയിൽ തന്നെ നിൽക്കും. ഇപ്പൊ ഒരു പെൺകുട്ടി തേക്കാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക ഒരു റിലേഷൻഷിപ്പിൽ? അതായത് ഇന്ന കാര്യം ചെയ്താൽ റിലേഷൻഷിപ്പ് ടച്ച് പോകാതിരിക്കാൻ എന്താണ് ഒരു ബോയ്ക്ക് ചെയ്യാൻ പറ്റുക? ട്രസ്റ്റ് ഉണ്ടാവണം, ലോയലായിരിക്കണം. ലോയലായിട്ട് നിന്നെങ്കിൽ ഒരു പെൺകുട്ടിയും ഇട്ടിട്ട് പോകില്ല. ട്രസ്റ്റ് ഉണ്ടാവും, പരസ്പരം നിൽക്കും. പിന്നെ ചീത്ത പറയാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ടോക്സിക് ആവാൻ പാടില്ല, ഒരുപാട് പിടിച്ചു വെക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണോ? ലോയലായ മതി. ലോയലായി കഴിഞ്ഞാൽ ഏത് പെൺകുട്ടി ആയാലും എന്തായാലും നിന്നോളൂ. രണ്ടുപേരും അങ്ങനെ ആയിരിക്കണം. രണ്ടുപേരും അങ്ങനെ ആയി കഴിഞ്ഞാൽ ഓക്കെ. ഒരു പെൺകുട്ടി തേക്കാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക ഒരു ബോയ്ക്ക്? അതായത് ഒരു റിലേഷൻഷിപ്പ് നിർത്തി നിങ്ങൾ പോവാതിരിക്കാൻ മനസ്സിലാക്കുക, അതൊക്കെ തന്നെ ഉള്ളൂ. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മനസ്സിലാക്കുക. ഇവിടെ എന്താണ് പറയാനുള്ളത്? സെയിം അല്ലേ, എഫേർട്ട് രണ്ട് സൈഡിൽ നിന്ന് വേണമല്ലോ. എഫേർട്ട് വേണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ. ഓക്കെ.